നമ്മളുള്ളത് ഗുണ്ടൽപേട്ടിലെ ഫാം ഹൗസിലാണ്. ഒരു കിഡിലൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. 1 കിലോ ചിക്കൻ മഞ്ഞൾപ്പൊടിയും തൈരും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഓയിൽ ഒഴിച്ച് ചൂടായി വന്നതിന് ശേഷം നമ്മൾ നൈസാക്കി കട്ട് ചെയ്ത് വെച്ച സവാള ഉണ്ടല്ലോ അതുകൊണ്ട് വറുത്തെടുക്കുക. കാഷ്യൂനട്ടും മുന്തിരി ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കുക. ബിരിയാണി ഉണ്ടാക്കുന്നത് ഫാം ഹൗസിൽ വെച്ചായതുകൊണ്ട് തന്നെ ഇവിടെ പാത്രങ്ങൾക്കൊക്കെ പരിമിതി ഉണ്ട്. ഇനി ഇതേ എണ്ണയിൽ തന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാൻ പോകുന്നത്. സവാള പെട്ടെന്നൊന്ന് വാടി കിട്ടാനും വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മുടെ ഫേവറേറ്റ് സമദ് ബിരിയാണി മസാല ഇതിട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ വേറെ മസാലപ്പൊടിയുടെ ഒന്നും ആവശ്യമില്ല. തക്കാളി ഇട്ട് കൊടുക്കുക. നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയില, പുതിനയില. നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സവാളയാണ്. ചിക്കനൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള അളവിൽ ചൂടാക്കി എടുക്കുകയാണ്. വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചു. 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുക. പട്ട, ഗ്രാമ്പൂ, ഏലക്ക. ഇനി കഴുകി വെച്ച റൈസ് ഇട്ട് കൊടുക്കുക. അരി പൊട്ടി പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ് അരി ഒന്ന് നമ്മൾ വറുത്തെടുക്കുന്നത്. വറുത്ത് വെച്ച അരിയിലേക്ക് നേരത്തെ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി റൈസ് ഈ വെള്ളത്തിൽ വറ്റി ചേർക്കാം. നമ്മൾ നേരത്തെ ചിക്കൻ റെഡിയാക്കി വെച്ചത് മല്ലിയില, പുതിനയില, സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരി ഇതിന് മുകളിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയില, പുതിനയില. വീണ്ടും അതിന് മുകളിൽ റൈസ് ഇട്ട് കൊടുക്കുക. വീണ്ടും അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള വറുത്തതും മല്ലിയില, പുതിന എല്ലാം കൂടി ലോ ഫ്ലെയിം ഇട്ട് മുകളിൽ ഒരു ചെറിയ വെയിറ്റും വെച്ച് കുറച്ച് നേരം അങ്ങനെ കിടക്കട്ടെ. ഫാം ഹൗസിന് പുറത്തായിട്ട് തന്നെ നമ്മളൊരു കട്ടിലിട്ടിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. മസാല ഒക്കെ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. റൈസ് ആണെങ്കിലും ശരിക്കും ഉഷാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. തലശ്ശേരി മോഡലാണ്. റൈമ് ഫുഡ് അടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ കഴിക്കാൻ പോവാണ്. അപ്പൊ ആർക്കെങ്കിലും നമ്മുടെ സമദ് ബിരിയാണി മസാല വേണമെന്നുണ്ടെങ്കിൽ ഇതുവരെ വീട്ടിൽ ആരും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ അയച്ചു തരുന്നതാണ്.